സമഗ്ര ശിക്ഷ കേരളം പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് നടത്തുന്ന രണ്ടാംഘട്ട അധ്യാപക പരിശീലനം എച്ച് MLA ഉദ്ഘാടനം ചെയ്തു. മാറിയ പാഠപുസ്തകങ്ങൾ പരിചയപ്പെടുത്താനും സൈബർ സുരക്ഷ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ലഹരിക്കെതിരായ പ്രതിരോധം, സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ, ആരോഗ്യ കായിക വിദ്യാഭ്യാസം, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താണ് പരിശീലനം. നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂൾ, തോട്ടപ്പള്ളി നാലുചിറ ഗവൺമെന്റ് HS, അമ്പലപ്പുഴ KK കുഞ്ഞുപിള്ള സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെ 3 കേന്ദ്രങ്ങളിലായി ഹിന്ദി, ബയോളജി, വർക്ക് എക്സ്പീരിയൻസ് വിഷയങ്ങളുടെ പരിശീലനമാണ് നടത്തുക. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ അമ്പലപ്പുഴ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ V അനിത അധ്യക്ഷയായി. സ്കൂൾ പ്രഥമാധ്യാപികരായ A നദീറ, VS സന്നു, CR സ്മിത എന്നിവർ സംസാരിച്ചു. ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോഴും പഠിപ്പിക്കുമ്പോൾ അധ്യാപകർ കൂടി അപ്ഡേറ്റ് ആവുക എന്ന കാര്യം വളരെ പ്രധാനമാണ്. അത് ഏത് അധ്യാപകരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മുടെ സമൂഹത്തിൽ ലോകത്താകെ നോക്കിയാൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിജ്ഞാനമാണ്. പുതിയ പുതിയ അറിവുകൾ നമ്മുടെ ലോകത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയെല്ലാം ഏറ്റവും വേഗതയിൽ വികസിക്കുന്ന ഒന്നാണ് അറിവിൻ്റെ വികാസം, അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. നിങ്ങളെല്ലാം അധ്യാപകരാകാൻ യോഗ്യത നേടി അധ്യാപകരായവരാണ്. ആ സമയത്ത് നിങ്ങൾ പഠിച്ച അത്രയും അറിവ് കൊണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. 10 വർഷം മുമ്പ് ഒരാൾ അധ്യാപകനാകാൻ ഏറ്റവും മികച്ച യോഗ്യത നേടി ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ PSC പരീക്ഷ എഴുതി ആ റാങ്കിൽ ഏറ്റവും മുന്നിൽ വന്ന് അങ്ങനെ ഏറ്റവും മെറിറ്റോടുകൂടി വന്ന അധ്യാപകരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആ തസ്തികയിൽ ജോലിക്ക് വേണ്ടി ഏറ്റവും മികച്ചവരാണ്. ആ ഏറ്റവും മികച്ച ആ കാലത്ത് അന്ന് നേടിയത് വെച്ചിട്ട് ഈ 2025-26 നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ പ്രയാസം വരും. നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ കൂടുതൽ അറിവ് നേടിക്കൊണ്ട് വരുന്ന കുട്ടികളാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ലോകത്തിന്റെ ചുറ്റുപാട്. അങ്ങനെയാണ്. സ്വയം അറിവ് ആർജിക്കാനാകുന്ന ഒരുപാട് സാഹചര്യം അവരുടെ മുന്നിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.